Okay, let's go. നവീന അങ്ങടാ തുടങ്ങാം. എന്താ നിങ്ങളൊക്കെ ഇവിടെ കല്യാണമായിട്ട് നിങ്ങളാരെയും കണ്ടില്ലല്ലോ? ഒക്കെ എടുക്കണോ? ഇവിടെ നമുക്ക് പെട്ടിക്കടക്കുള്ളതല്ലേ. സമാവർ ചായ ഉണ്ടാ? ഈ സമാവർ ചായന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അല്ലേ. ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടാ കല്യാണ പരിപാടിയിൽ ഈ ചായ ഒക്കെ. ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തു. ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ഇതാ ഫ്രഷ് ജ്യൂസുകൾ ഇങ്ങനെ ഐസിലിട്ടിട്ട് ഇങ്ങനെ തണുപ്പിച്ചിട്ട് വെച്ചിട്ട് നല്ല വെയിലും ഉണ്ടായിരുന്നു. സംഭവം അടിച്ചാ പൊളിച്ചു. വലിയ വലിയ VIP കല്യാണങ്ങളിലൊക്കെ നമ്മളിൽ പലരും പങ്കെടുത്തിട്ടുണ്ടാവും. ആ ഒരു ലെവലിൽ ഒരു സാധാരണ കല്യാണം എങ്ങനെ നടത്താം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു കല്യാണം. കാസർഗോഡ് ശൈലിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ജോറ് പാറയിക്കുന്നു ചാലക്ക് മുന്തിരിക്കുന്നു. കല്യാണം കലക്കി കടുവർത്ത്. അപ്പോൾ കല്യാണത്തിന് പങ്കെടുത്തുള്ള ഗസ്റ്റുകളൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയാലോ. നമ്മുടെ ഹമീദ് ഭായിന്റെ കട്ട ചങ്കുകളാണ് ഇരിക്കുന്നത്. 95-2000 കാലഘട്ടത്തിലുള്ള പുതിയ കുട്ടികളമാര് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളെ അന്നത്തെ കാലത്ത് ചുള്ളം ചെക്കന്മാരിരുന്നിട്ട് അവര് അതിൽ പെട്ട വേറൊരു തിന്റെയാണ് ഈ വരുന്നത്. ഇവർക്ക് യാതൊരു ഒഴിവില്ല. അവരെ പോലെ ഇരിക്കാനൊന്നും നേരമില്ല. കല്യാണത്തിന്റെ ഫുള്ള് നടത്തിപ്പ് അവകാശം ഇവന്റെ തലയിലാണെന്നാണ് ഇവൻ പറയുന്നത്. നമ്മുടെ ഷിനോസിന്റെ ഉമ്മിപ്പിയാണ് കേട്ടോ. പുതിയ ചെക്കന്റെ ഉമ്മിപ്പി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ. വെരി ഗുഡ് ബിഹേവിംഗ് ഹമീദ് ഭായ് ആൻഡ് ഫാൻ. നമ്മളെ മുസ്തഫാനെ കാണുമ്പോഴേ ചന്ദ്രലേഖല പപ്പു ചെയ്ത വേഷങ്ങനെ ഓർമ്മ വരികയാണ്. എത്ര വേണമെങ്കിലും തരാം. പിന്നെ അവിടെ ചെന്ന് കിട്ടിയില്ല കംപ്ലൈന്റ് പറയും. നന്ദി വേണം. എന്റെ ഫുഡ് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് ഇവിടെ കിച്ചണിലുള്ള ഒക്കെ നമ്മളെ നാട്ടുകാരുണ്ട്. ഇവരൊക്കെ അതിലൊന്ന് പുറത്താണ്. സുരണ്ട് ഉണ്ട് ഞാനൊക്കെ ഉള്ളത്. പറഞ്ഞേട്ടാ കാരത്തൂരത്തെ മിസ് ബ്യൂട്ടിയാണ് നിങ്ങൾ. സ്വന്തം മോനാണ് പറഞ്ഞത്. കാരത്തൂരിന്റെ കാരണവരി സാഹിബിന്റെ വലങ്കിയാണ്. അതെ. അപ്പൊ അടുത്ത മുത്താണ് ഈ നിൽക്കണേ. ആരാ ഇത്? നമ്മളെ മുത്ത് മുതലല്ലേ ഇരിക്കണേ. പൂക്കട്ടല്ലേ കല്യാണ വീഡിയോകൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാട്ടല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ വേറൊരു നിവൃത്തിയില്ല. പുതിയ ട്രെൻഡ് പാട്ടുകളൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുത്ത അടിപൊളിയായിരിക്കും. പക്ഷെ എന്താ ഒരു നിവൃത്തിയില്ല. കോപ്പിറൈറ്റ് അടിക്കും. നമ്മളെ സദർസ്ഥാൻ ഇട്ടത് അന്നും ഇന്നും മമ്മൂട്ടിയാണ്. മധുരങ്ങനെ അടിച്ച് കയറ്റാണ്. സദർസ്ഥാനിന് പേര് അറിയോ ആർക്കെങ്കിലും? എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അമിത് ഭായിൻ്റെ ചങ്കുകളിൽ പെട്ട കുറച്ച് ചങ്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെങ്ങനെ ഒപ്പിക്കുകയാണ്. ഈ കല്യാണ പരിപാടി ഇതേപോലെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല. ഷോർട്സ് ഇതൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനേ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാട്ടുകളൊന്നും കയറ്റാൻ പറ്റും, തൊടാൻ പറ്റില്ല, മ്യൂസിക് പോലും.
ആഹാ ഷിനാസെ ഇതിന്റെ ഇടയിൽ കൂടെ രണ്ടാം കെട്ട് നടത്തിയില്ലേ മണിപ്പനി ഒന്നും കൂടി കല്യാണം കഴിപ്പിച്ചില്ലേ അത് അടിപൊളിയായിട്ടാ ഒരു വെറൈറ്റി ആയിരുന്നു. പക്ഷേ ഈ സീനൊന്നും കാണാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു. ഏതായാലും ഈ വീഡിയോ എനിക്ക് വാട്സപ്പ് വഴി അയച്ചതെന്നാണ്, അതിന്റെ ക്ലാരിറ്റി കുറവ് ഇതിൽ കാണുന്നുണ്ടാവും. ഏതായാലും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം എത്ര കാലം കഴിഞ്ഞാൽ ഇവർക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റില്ല നമുക്ക് അവിടെ കിടന്നോട്ടല്ലേ. എനിവേ ഷിനാസെ നിന്റെ ഫ്രണ്ട്സുകളുണ്ടല്ലോ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഒക്കെ ഇട്ടേണ്ട ഒരു പാട്ട ടീംസ് തന്നെ ഉണ്ടായിരുന്നു. മുഴുവൻ നീളെ കല്യാണം അങ്ങോട്ട് കളറാക്കി എടുത്തു പറയേണ്ട കേസ് തന്നെ കേട്ടോ, സൂപ്പർ ആക്കിയിരുന്നു. ഉമ്മാൻ്റെ ഇപ്പാൻ്റെ കാര്യത്തിലൊക്കെ അത് അടിച്ച് കസർത്തി ഇങ്ങനെ ആടി പാടുന്നല്ലേ അവര് സംഭവം തന്നെ. ഏതായാലും ഉഷാറായി, ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ട് ഈ സീനൊക്കെ എനിക്ക് ഞാൻ അവിടെ ചെയ്യാതെ ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ അമിത. ഏതായാലും ഇതൊരു ഭാഗ്യം തന്നെ കേട്ടോ, നിങ്ങൾക്ക് ഈ ഖത്തർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരിക്കൽ കൂടി കല്യാണം കഴിക്കാൻ പറ്റില്ല, നമുക്കാർക്കും കണി കാണാൻ പോലും പറ്റിയിട്ടില്ല. ആള് ഭാഗ്യവാനാട്ടാ. നമുക്ക് ഇനി കല്യാണ രാവിലെ കുറച്ച് വീഡിയോസ് കണ്ടാലോ. അപ്പൊ നേരെ വീട്ടിലേക്ക്. മാനുക്കുട്ടിനോട് കല്യാണം പറഞ്ഞിരിക്കണം തലേന്ന് വരാന്. തലേന്ന് വരാൻ പറഞ്ഞു. മാനുക്കുട്ടി പന്തലിട്ടതിന്റെ അവകാശം പറഞ്ഞിട്ടാണ് വന്നുള്ളത്. ആ പേരും പറഞ്ഞാണ്ട് ഇവിടെ കേറിയല്ലേ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എല്ലാവരും അമീദിന്റെ സുഹൃത്തുക്കളാണ്. അമീദിന്റെ മോന്റെ കല്യാണത്തിന് ഞങ്ങൾ രാവിലെ ആർമാദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ മുത്തുമണികളെ നമ്മുടെ സിനോസിന്റെയും ഹനന്റെയും കല്യാണ രാവാണ്. കല്യാണ രാവ് എന്ന് പറഞ്ഞാൽ ആ വൈബിലാണ് ഞങ്ങള് അടിച്ചങ്ങോട്ട് പൊളിക്കണ പൂക്കട്ട കാവടി അങ്ങോട്ട് പൂക്കട്ടാ. ഏത് കാലഘട്ടത്തിലെ കല്യാണം കഴിഞ്ഞത്? 92 അൻ്റെതോ 2004 അല്ലേ? അൻ്റെതോ എൻ്റെ 2007. അത് ചോദിക്കാൻ പോയില്ല, നമ്മൾ പുറത്തുള്ള ആളാ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഒന്നുകൂടി കെട്ടാൻ തോന്നുന്നുണ്ടാ? സത്യം പറഞ്ഞോ? ഉണ്ടാ ബാബുണ്ടാ? അടി ഉറപ്പല്ലേ? അടി എനിക്കായിരിക്കും കിട്ടുന്നത്. ഒരാള് മിസ്സായത് എല്ലാരും മിസ്സായതുപോലെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കല്യാണം ഞങ്ങൾ നാളെ അടിച്ചാണ്ട് പൊളിക്കും. उनकी हयात अर्ज़ो समा की हयात है, हम आसियों की हश्र में जिनसे निजात है। महदूद कीजिए ना इन्हें माहो साल में, महबूब किसको कहते हैं और कौन है हबीब, और इस जहां में किबरिया के कौन है करीब। वो ला शरीक है तो ये यकता मिसाल में, आई जो इनकी याद तो खुद नात हो गई, ऐसा लगा कि उनसे मेरी बात हो गई। दम घुट रहा है फिक्र का लफ्जों के जाल में, ഈ കല്യാണ പരിപാടികളെ തലേദിവസമായാലും കല്യാണത്തിന്റെ അന്നായാലും
24 hours ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് കൂടെ തന്നെ വേണം. കാര്യം എപ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേജിലും അപ്പുറപ്പുറമൊക്കെ ആയിട്ട് നടക്കുന്നത് നമ്മൾ തപ്പി നടക്കാനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല, അതങ്ങോട്ട് നടക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ തലേ ദിവസം കല്യാണത്തിൻ്റെ അന്നൊക്കെ ഒരുപാട് സീൻസ് എനിക്ക് മിസ്സായിട്ടുണ്ട്. ഞാൻ സാധാരണക്കാരനെ പോലെ കല്യാണം കൂടാൻ പോയി, തലേ ദിവസമായാലും കല്യാണത്തിൻ്റെ അന്നായാലും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവർ പുറത്തുള്ളവരൊന്നല്ല കേട്ടോ, ഞങ്ങളെ ബാക്കി തന്നെയാണ്, പുതുപ്പറമ്പ് തന്നെയാണ്, ഒരേ വർഗ്ഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഏകദേശം കല്യാണം തലേന്നുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് നേരെ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക്. അപ്പോൾ നേരെ ഖത്തർ ഓഡിറ്റോറിയം. കളിക്കുട്ടി പ്രായം കഴിഞ്ഞല്ലോ, നിനക്കൊരു മാരൻ വരുന്നല്ലോ, കനവിൽ കോർത്ത മണിമാല കരളി ചാർത്തും ദിനമല്ലോ. കളിക്കുട്ടി പ്രായം കഴിഞ്ഞല്ലോ, നിനക്കൊരു മാരൻ വരുന്നല്ലോ, കനവിൽ കോർത്ത മണിമാല കരളി ചാർത്തും ദിനമല്ലോ. ഇന്നല്ലോ കല്യാണ നാൾ, എല്ലാവർക്കും ആനന്ദ നാൾ. മാനത്തെ മാലാഖമാർ മർഹബ ഓതുന്നിതാ. എന്നാ പിന്നെ നോമ്പങ്ങോട്ട് വൈകിട്ട് ചെയ്താലോ മുത്തുമണികളെ. ഏകദേശം 15 മിനിറ്റോളായിട്ടാ അതാ കലാശക്കൊട്ടിലേക്കാണ് പടക്കം പൊട്ടിക്കൽസ് പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലാന്നുണ്ടെങ്കിൽ മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. കണ്ടു കഴിഞ്ഞിട്ട് മുട്ടിലെ പൊടിയും തട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകലട്ടാ, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഹമീദ് ഭായ് ആൻഡ് ഫാമിലി സംഭവം കളറായിട്ടാ, കല്യാണം കിടുക്കാച്ചായി. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ കുടുംബത്തിന്, അള്ളാഹ് ഖൈർ ചെയ്യട്ടെ. പോണതിന് മുമ്പ് ഷിനോസ് ആൻഡ് ഹന രണ്ടാൾക്കും മധുരം നിറഞ്ഞ ഭാവിയിലേക്ക് ഹൃദയം നിറഞ്ഞ ആശംസകൾ. പണ്ടേത് ഓട്ടോഗ്രാഫിൽ എഴുതിയ വായിച്ചാണ്, അതങ്ങോട്ട് നേർന്നുകൊണ്ട് ടാറ്റാ ബൈ.